ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് 250 ml കപ്പിൽ 3/4 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനും അതായത് നൂൽപുട്ടിനും പത്തിരിക്കൊക്കെ എടുക്കുമല്ലോ, നൈസായിട്ടുള്ള അരിപ്പൊടി, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അരിപ്പൊടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 250 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. മൈദ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ബാറ്ററിൻ്റെ തിക്നെസ് കാണിക്കാൻ വിട്ടുപോയതാണ്, കണ്ടല്ലോ. ഓവർ തിക്കായിട്ടല്ല, എന്നാൽ ഓവർ ലൂസായിട്ടല്ല, ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. റവ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റവ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് റവയാണ്, എന്നാലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് റോസ്റ്റഡ് അല്ലെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. കരിഞ്ഞു പോകാത്ത വിധത്തിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. റിപ്ലൈ തരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ഒരു 2 മിനിറ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 2 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക. റവ കട്ട പിടിച്ച് നിൽക്കാത്ത വിധത്തിൽ ഈ ഒരു രീതിയിലൊന്ന് സ്പാച്ചില വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഉടച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് കുറുക്കിയെടുക്കുക. ഇപ്പം ഇതിവിടെ ഈ ഒരു രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതാണ്. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 250 ml കപ്പിൽ തന്നെ 1/2 കപ്പ് അളവിൽ, അതായത് നമ്മൾ 125 ml കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 കപ്പ് അളവിൽ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്, ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഈ ടൈമിലുള്ളത്. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മെൽറ്റായി വന്നല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായതൊന്ന് വറ്റി വന്ന് മൊത്തത്തിലൊന്ന് മിക്സായി വരണം. ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. നന്നായിട്ട് തന്നെ കുറുകി വറ്റി വന്നിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഈ ഒരു രീതിയിലാണ്, ഇത്ര മതി. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതൊരു സൈഡിലേക്ക്, ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ഒന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക.
ഇനി ഒരു കോട്ടൻ്റെ തുണിയോ ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. നോൺ സ്റ്റിക്ക് ആയത് കാരണം എപ്പോഴും ഈ ഒരു രീതിയിൽ ഗ്രീസ് ചെയ്ത് തുടച്ചെടുക്കണ്ട കേട്ടോ. അല്ലാതെ നമ്മൾ സാധാരണ ഇരുമ്പ് ചട്ടി ഇരുമ്പ് തവയിലൊക്കെയാണ് ഇത് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ദോശയൊക്കെ ചുടുന്ന പോലെ തന്നെ ഗ്രീസ് ചെയ്ത് തുടച്ചു കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തവി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിക്നെസ് കൂടുതലാണെങ്കിൽ വെള്ളം ഒഴിച്ച് തിക്നെസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. ഇനി ഓരോ തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഇനി ഒന്ന് ചുറ്റിച്ചെടുക്കുക. നമ്മളിവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു വശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് അപ്പോൾ തന്നെ പെട്ടെന്ന് മറുവശം ഒരുപാട് നേരമൊന്നും വെക്കണ്ട കേട്ടോ. ഒന്നൊന്ന് മറിച്ചിട്ട് എടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. അതിനുശേഷം കാണിക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫില്ലിങ് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. കട്ടിംഗ് ബോർഡോ ഒരു പ്ലേറ്റോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഒരു ദോശ വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു രീതിയിലാണ് വെച്ചിട്ടുള്ളത്. കണ്ടല്ലോ, ഈ ഒരു ഭാഗം തന്നെയാണ് പുറകുവശമായിട്ട് വരുന്നത്, പുറം ഭാഗം വരുന്നത്. ഉൾവശം ഇത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് പുറകുവശം വരുന്ന രീതിയിലും വേണമെങ്കിൽ വെക്കാവുന്നതാണ്. അതൊക്കെ അവനവൻ്റെ താല്പര്യം പോലെ ചെയ്യുക. ഇനി ഇതിന് സെൻറ്ററിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് എത്രയാണോ നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒട്ടി നിൽക്കും കേട്ടോ. നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒട്ടി നിൽക്കും. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ മൊത്തത്തിൽ റെഡിയാക്കി പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 8 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിവിടെ പ്ലേറ്റിൽ 5 എണ്ണമാണ് വെച്ചിട്ടുള്ളത്. 4 എണ്ണം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ചപ്പോൾ 4 എണ്ണം അങ്ങോട്ട് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. ഈ ഒരു ബാറ്ററി വെച്ചിട്ട് അത്രയും എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ പെട്ടെന്ന് ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു ഗസ്റ്റൊക്കെ പെട്ടെന്ന് വന്നാലും വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾ റെഡിയാക്കി നോക്കുക, കഴിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ പാൽപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഫില്ലിങ്ങിൽ വേണമെങ്കിൽ നട്ട്സൊക്കെ പൊടിച്ച് ചേർക്കാവുന്നതാണ്. നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം. ഇതിപ്പോൾ ഞാൻ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ചെറീസ് ഇങ്ങനെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. അതൊക്കെ നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കുക. കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് തന്നെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഇനി എടുത്ത് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഉൾവശത്ത് ഫില്ലിങ്ങൊക്കെ നമ്മൾ മിൽക്ക് പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത ഫില്ലിങ് ആയതുകൊണ്ട് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ കഴിച്ച് നോക്കുക. അപ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. മധുരമുള്ള ഫില്ലിങ്ങൊക്കെ വന്നതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻറ്റ്സ് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.